ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്രയ്ക്ക് ചെറിയൊരു ദുരുദ്ദേശം ഇല്ലാതില്ല, പ്രത്യേകിച്ച് എനിക്ക്. കാരണം ദുരുദ്ദേശം ഉണ്ടാവുന്നത് എനിക്കാണല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് മെഗാമാളിലേക്കാണ്. അവിടെ നമുക്ക് കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നല്ല അടിപൊളിയായിട്ട് നാഷണൽ ഡേയുടെ ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് മുകളിലൊക്കെ ഒന്ന് കയറി കറങ്ങി താഴോട്ട് പോന്നു. അപ്പോൾ അതിനിടയിലുള്ള ചെറിയ ഫോട്ടോഷൂട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്യാമറയിലേക്ക് ഒന്ന് നോക്കി ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളീനെ എങ്ങനെ നോക്കിപ്പിക്കാൻ തണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പോണത്, എൻ്റെ ഉദ്ദേശം പറഞ്ഞത് ഇതാണ് എൻ്റെ ഉദ്ദേശം, മരിയപ്പാസ്. ഞാനിത് കുറേ വീഡിയോസ് കണ്ട് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യണമെന്ന് തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഈ അടുത്താണ് ഞങ്ങൾ അറിഞ്ഞത്. നമ്മുടെ മെഗാമാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഷോപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചീസ് കേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഈ സംഭവം ഇപ്പം. അപ്പോൾ മരിയപ്പാസിൽ നിന്ന് മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം എൻ്റെ വിചാരം ഇത് നമ്മുടെ അടുത്തില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടേക്കായിരുന്നു മേടിക്കാനായിട്ട്. പിന്നെയാണ് ഞാൻ ഇത് ഗൂഗിളിൽ നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന് കണ്ടത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തു. റൂമിൽ എനിക്ക് സമാധാനം ഉണ്ടായില്ല, റൂമിൽ കൊണ്ടുവന്ന് എനിക്ക് വഴിയിൽ തന്നെ വെച്ച് തിന്നാനായിരുന്നു. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ റൂമിലൊന്ന് എത്തിയിട്ട് തിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോന്നതാട്ടോ. അങ്ങനെ ഇത് തുറന്ന്, ഓ ഈശ്വര, ഒരു ബൈറ്റ് എടുത്തുള്ളൂ. ബൈറ്റ് എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല, എന്താ പറയുക, മെൽറ്റ് ഇൻ മൗത്ത് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓവർ മധുരമില്ല, അതുപോലെ തന്നെ ചെറിയൊരു സോൾട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ. എന്താ പറയുക, ഈശ്വര, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ സാധനം ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരുന്നു. ഇത് ഏതിൽ പോയെന്ന് ഞാൻ കണ്ടില്ല, തുറന്നത് മാത്രമേ കാണുള്ളൂ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിലിപ്പോൾ ആരാ കൂടുതൽ കഴിച്ചതെന്നുള്ളത്. ഞാനാണോ ആളാണോ കൂടുതൽ കഴിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര